സഞ്ജുവിന് തീരെ ഭാഗ്യമില്ല. അല്ലെങ്കിൽ ഇന്ന് ഓപ്പണിങ്ങിൽ അവസരം കിട്ടിയിട്ടും സഞ്ജുവിനെ മുതലാക്കാൻ സാധിച്ചില്ല. വെറും ഒരു റൺസ് മാത്രമേ സഞ്ജു എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സഞ്ജു ഭാഗ്യക്കേട് കൊണ്ട് ഔട്ടായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു എൽബിയിലൂടെയാണ് സഞ്ജു പുറത്തായത്. DRS ഇല്ലാത്തതാണ് പണിയായത്. DRS വിളിച്ചെങ്കിൽ അത് ഔട്ടല്ലെന്നാണ് ആരാധകർ പറയുന്നത്. ഇപ്പോൾ ഇതാ ഇന്നത്തെ സഞ്ജുവിൻ്റെ ഔട്ടിനെ പറ്റി ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബംഗ്ലാദേശ് നാണം കെട്ടിരിക്കുകയാണ്. ഇന്ത്യ മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യ വേൾഡ് കപ്പിലെ ആദ്യ കളി തന്നെ ജയിച്ചിരിക്കുകയാണ്. ഇതൊരു നല്ല തുടക്കമാണ്. ദ്രാവിഡിൻ്റെ ഈയൊരു പദ്ധതി കൊള്ളാം. സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ ഇറക്കിയത് നല്ലതാണ്. സഞ്ജുവിനെ ഇന്നത്തെ മാച്ചിൽ ഫോമാകാൻ സാധിച്ചില്ല. അത് ശരിക്കും സഞ്ജുവിൻ്റേത് ഔട്ടല്ലായിരുന്നു. DRS എടുത്തെങ്കിൽ സഞ്ജുവിനെ നോട്ടൗട്ട് വിധിച്ചേനെ. പക്ഷേ സന്നാഹ മത്സരത്തിൽ DRS ഇല്ലാത്തത് ഒരു ചതിയാണ്. ശരിക്കും ഏതൊരു മാച്ചായാലും DRS ആവശ്യമാണ്. തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം. സഞ്ജുവിൻ്റെ ഒരവസരമാണ് ഇവിടെ പാഴായിരിക്കുന്നത്. പക്ഷേ സഞ്ജുവിനെ ഇനി വരുന്ന മാച്ചിലും ഓപ്പണിങ്ങിൽ കളിപ്പിക്കണം. രോഹിത് സഞ്ജു ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികച്ചതാണ്. സഞ്ജുവിനെ പവർ പ്ലേയിൽ അടിച്ചു കളിക്കാൻ സാധിക്കും. IPL നമ്മളത് കണ്ടതാണ്. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. സഞ്ജുവിന് ഇതുപോലത്തെ ഒരു അവസരം ഇനി കിട്ടാനില്ല. അതും ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്ഥാനത്താണ് സഞ്ജു കളിച്ചത്. പക്ഷേ സഞ്ജുവിന് ഫോമാകാൻ സാധിച്ചില്ല. രോഹിത് ശർമ്മ സഞ്ജുവിനെ നല്ല സപ്പോർട്ട് കൊടുത്തു. എങ്കിലും സഞ്ജു LBയിലൂടെ ഔട്ടായി. പക്ഷേ ഇന്ന് അവസരം മുതലാക്കിയത് ഋഷഭ് പന്തായിരുന്നു. വെടിക്കെട്ട് ബാറ്റിംഗാണ് പന്ത് ഇന്ന് കാഴ്ചവെച്ചത്. അതുപോലെ ഹാർദിക് പാണ്ഡ്യ സിക്സറുകൾ പായിച്ച് ഹാർദിക് പാണ്ഡ്യ ബംഗ്ലാദേശിനെ വിറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ ആദ്യ കളി തന്നെ ജയിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം അത് അയർലൻഡുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.